പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാ ഞാൻ എഴുന്നേറ്റു. അപ്പം തന്നെ എനിക്ക് എൻ്റെ ഏട്ടനെ വിളിച്ച് എഴുന്നേൽപ്പിക്കണം കേട്ടോ. എൻ്റെ ഉറക്കം കഴിഞ്ഞേക്ക് അപ്പം തന്നെ എൻ്റെ കൂടെയുള്ളവനെ എഴുന്നേൽപ്പിക്കണം, അല്ലെങ്കിൽ പിന്നെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് അച്ഛൻ്റെ അമ്മ വെഡിങ് ആനിവേഴ്സറി ആട്ടോ. അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോകണം. അപ്പോൾ അമ്മയാണ് എന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ച്. ഞാൻ അവനെ വിളിച്ചപ്പോൾ അവൻ എന്തായാലും എഴുന്നേൽക്കണില്ല. പിന്നെ എന്തെങ്കിലും കുറച്ച് നേരം കിടന്ന് ഉറങ്ങിക്കട്ടെ വിചാരിച്ച് ഞാൻ വേഗം തന്നെ എഴുന്നേറ്റു പല്ലേക്കാൻ പോവാണ്. അപ്പോൾ അത് ഒരു ഉറക്കപ്പിച്ചിലൊക്കെയാണ് ഞാൻ എഴുന്നേറ്റ് വരുന്നത്. മുന്നേന്ന് വെച്ചാൽ അമ്മയുടെ ഓർമ്മ തട്ടി വിളിച്ച് എഴുന്നേപ്പിച്ച് ഞാൻ അമ്മയോട് തന്നെ വർത്താനം പറഞ്ഞിട്ടായിരിക്കും വരിക. അവിടെ ഇപ്പോൾ ആരും ഇല്ലല്ലോ വർത്താനം പറയാം. അപ്പോൾ ഏട്ടനും കൂടിയും ഉറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാട്ടോ. അപ്പോൾ എന്തെങ്കിലും ആട്ടെ, വേറൊരു വഴിയില്ലല്ലോ എന്ന് ചോദിച്ച് ഒറ്റയ്ക്ക് എഴുന്നേറ്റുകൊണ്ട് പോകുന്നു. അതേപോലെ എനിക്കെന്നെ ഉറങ്ങി എഴുതിച്ച് കഴിഞ്ഞാൽ എനിക്കെന്നെ റൂമിൻ്റെ ഡോർ തുറന്ന് ആളിലേക്ക് ഒരുമിക്ക് പേടി കൂടുതലാണ്. എനിക്കത് കുഞ്ഞു കുഞ്ഞു പേടിയുള്ള ഒരാളാണ് ഞാൻ. പേടിയൊക്കെ മനസ്സത് മാറ്റി ഭയങ്കര ധൈര്യത്തോടെ നടന്നു വന്നതാണ് വരവ്. പിന്നെ വേഗം പോയി പല്ലൊക്കെ തേച്ചു. നല്ല ഉറക്കപ്പിച്ചിലാണ്. എൻ്റെ ഫേസൊക്കെ കണ്ടറിയാം എനിക്ക് നല്ല ഉറക്ക ക്ഷീണവും കാര്യങ്ങളും. മുന്നത്തെ ഒരു വീഡിയോയിൽ എനിക്ക് തീരെ വയ്യായിരുന്നു എന്ന് പറയുമ്പോൾ കുറച്ച് നെഗറ്റീവ് കമൻറ്റ്സ് ഞാൻ കണ്ടു. കുറച്ചല്ല ഒരാൾ അമ്മയ്ക്ക് മുൾക്ക് എന്നും വയ്യേക്കുക പറഞ്ഞിട്ട് നമ്മളൊരു 3-4 ദിവസം ഒരു വീട് ഇങ്ങനെ വാടക വീടെടുത്ത് മാറണവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. ആൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുമെന്ന് എനിക്കറിയില്ല. കാരണം ആൾക്ക് ചിലപ്പോൾ സ്വന്തമായിട്ട് വീടും കാശൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉള്ള ബുദ്ധിമുട്ട് അറിയേണ്ടി വരില്ല. ഞാനൊരു വാടക വീട് മാറുമ്പോൾ ഒരു കുട്ടീനെ വെച്ച് രാവിലെ എഴുന്നേറ്റ് പോവുക, അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളും. പിന്നെ രാത്രിയും വീടെത്തുമ്പോൾ ചിലപ്പോൾ ഇരിക്കാനോ കസാരോ ചിലപ്പോൾ ഫാനോ ഇല്ലാതെ അത്രയും ചൂടെടുത്ത് അതൊരു വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അതിൻ്റെ ഫേസിൽ എന്തായാലും നമ്മൾ ഒരു ബുദ്ധിമുട്ടേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പറഞ്ഞതിന് കുറച്ചെല്ലാം ഒരാളെ നെഗറ്റീവ് ഞാൻ കണ്ടു. അതെന്തെങ്കിലാവട്ടെ. അപ്പോൾ ഞാൻ വേഗം തന്നെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞപ്പോൾ ബാൽക്കണി അടിക്കൊന്ന് കർട്ടനൊക്കെ ഒന്ന് മാറ്റിയിട്ടു. ഡോറും തുറക്കാൻ നോക്കി ഭയങ്കര ടൈറ്റ് ആയിട്ട്. അപ്പോൾ എനിക്ക് തുറക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ എന്തായാലും ചോദിച്ചു നമ്മളിപ്പോൾ കുളി കഴിഞ്ഞാൽ പോവില്ലോ എന്ന് വെച്ചിട്ട് ഞാൻ തുറന്നില്ല. ഇനി വെറുതെ തുറന്നിട്ട് അടയ്ക്കാൻ മറക്കണ്ട. പിന്നെ ഞാൻ വേഗം വിട്ടു പാൽപ്പാത്രത്തിൽ കട്ടൻ ചായ വെക്കാനും പിന്നത്തെ പാത്രത്തിൽ ഞങ്ങൾക്ക് കുളിക്കുള്ള ചൂടുവെള്ളം വെക്കാനാട്ടോ. കാത്തുനും എനിക്കാണ് ചൂടുവെള്ളത്തിൻ്റെ ആൾക്കാർ. ബേബിക്ക് ചൂടുവെള്ളം വേണമെന്നില്ല, ബേബിക്ക് പച്ചവെള്ളമാണ് ഇഷ്ടം. പക്ഷേ എനിക്ക് ചൂടുവെള്ളം കേട്ടോ ഇഷ്ടം, പച്ചവെള്ളത്തിൽ കുളിക്കാൻ തീരെ ഇഷ്ടമല്ല. അപ്പോൾ എനിക്ക് ആദ്യം ഈ ഒരു ഫുൾ പാത്രം ചൂടുവെള്ളം വയ്ക്കുന്നുണ്ട് എനിക്കും കാത്തുനും കുളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ ചായ വയ്ക്കാനാണ്. ചായ അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. പക്ഷെ എന്നാലും ചില ദിവസം രാവിലെ എഴുന്നേറ്റ് പിന്നെ ഒരു കട്ടൻ ചായ വെച്ച് തരുമോ ചോദിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കാണ്ട് മുന്നേ തന്നെ വെച്ച് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചായ വയ്ക്കാൻ വെള്ളമൊക്കെ എടുത്തു. നമുക്കിത് തന്നെയാട്ടോ കുടിക്കാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ചായ വയ്ക്കാനുള്ള വെള്ളം എടുത്തു. നല്ല വെള്ളമാണ്. ഞങ്ങൾക്ക് മുന്നത്തെ പോലത്തെ പ്രശ്നം അവിടെ ഇല്ല. നല്ല ഉപ്പ് വെള്ളമൊന്നുമല്ല, നല്ല അടിപൊളി വെള്ളമാട്ടോ അവിടുത്തെ. അപ്പോൾ ഞാൻ ചായ വയ്ക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് അടുപ്പ് ഓണാക്കിയപ്പോൾ ഓണാവണില്ല, എന്താണാവും. പിന്നെ ഞാൻ പോയിട്ട് ഏട്ടനെ വിളിച്ചു കൊണ്ട് വന്നു. ആ കൊണ്ടുവരുന്ന ബസ്സൊക്കെ കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വന്ന് റെഡിയാക്കി വന്നു. അപ്പോൾ വേഗം തന്നെ ചായ വയ്ക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കുറച്ച് പഞ്ചസാര എനിക്കും ഏട്ടനും മധുരപ്രിയരാണ്. ഞങ്ങൾ ഡേറ്റിംഗ് ആണെങ്കിലും ഈ 2 ദിവസം കഴിഞ്ഞ് നമുക്ക് ഡേറ്റിംഗ് കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും കുറച്ച് മധുരട്ട ചായ കുടിക്കാൻ വെച്ചു, പഞ്ചസാര ഇട്ടു. അതേപോലെ എനിക്ക് കട്ടൻ ചായയിൽ ഏലക്കായ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവർക്കും അത് ഇഷ്ടമാണോയെന്ന് എനിക്കറിയില്ല. ചിലർക്കൊന്നും ഏലക്കായുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ട്. പക്ഷെ എനിക്കായാലും ബേബിക്കായാലും ഏലക്കായുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. നല്ല പാൽ ചായയിലും കട്ടൻ ചായയിലൊക്കെ ഏലക്കായിട്ട് കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അപ്പുറത്ത് ഞാൻ പറഞ്ഞ പോലെ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് കുളിക്കാൻ വേണ്ടിയിട്ട്. കാത്തുമ്മ ഇതുവരെയ്ക്ക് എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കാത്തുമ്മ എഴുന്നേറ്റിട്ടില്ലല്ലോ, അപ്പോൾ വേഗം ചായ ഉണ്ടാക്കിയിട്ട് അടിച്ചുടയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ ഒരു പ്ലാനിങ്ങിൽ അടിച്ചുടയ്ക്കാം. രാത്രി ഞാൻ ഫുള്ളും അടിച്ചൊരിയിട്ടുള്ളൊരു ഏരിയയാണ്. പിന്നെ മറ്റേ 2 റൂമിലൊന്നും വേറെ പൊടിയോ കാര്യങ്ങളോ വരാനുള്ളതില്ല. കാരണം ഞങ്ങൾ മറ്റേ റൂമിലേക്കൊന്നും പോകണില്ല. ആകെ യൂസ് ചെയ്യുന്നത് കിച്ചനും ഹാളും ഞങ്ങൾ ബെഡ്റൂം മാത്രമാണ്. ഒരു ബെഡ്റൂമിൽ ഞങ്ങൾ വിളക്കെത്തിക്കാൻ വേണ്ടി മാത്രമാണ് കയറുന്നത്. അപ്പോൾ എന്തായാലും വേറെ പൊടിയോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അത് അടിച്ചടച്ചിട്ട് നമുക്ക് സമാധാനമായിട്ട് പോയിട്ട് വരാം. അല്ലെങ്കിൽ വീട് എപ്പോഴും നമ്മൾ വീട്ടിലത്തെ പണികൾ കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അത് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ റിട്ടേൺ വീട്ടിലേക്ക് വരണമെന്നേ ഉണ്ടാവില്ല. വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യണമല്ലോ ഇത് ചെയ്യണമല്ലോ എന്ന് ചിന്തിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് പോയി കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കാത്തുമ്പോൾ എഴുന്നേറ്റ് എൻ്റെ പണിയൊന്നും നടക്കില്ല. അപ്പോൾ എന്തായാലും പൂങ്കാട് മുന്നേ തന്നെ അടിച്ചുടച്ചിടാമെന്ന് വിചാരിച്ചു. ഇന്നലെ എനിക്കൊരു ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയി വന്നിട്ടുള്ള കോലാട്ടി കാണുന്നത് ഈ ബാഗൊക്കെ ഞങ്ങളിപ്പോൾ വണ്ടിയിൽ നിന്ന് എടുത്തോടുന്ന് വെച്ചതാണ് ഇന്നലെ രാത്രി. പിന്നെ അത് ഞങ്ങളെ റൂമിലേക്ക് ഏട്ടൻ വെച്ചില്ല. ഏട്ടൻ എന്ത് കൊടുന്നാലേ ഹാളിൽ വയ്ക്കുള്ളൂ. അത് നേരെ റൂമിലേക്ക് എത്തിക്കണേ ഞാൻ തന്നെ മുൻകൈ എടുക്കണം. ഏട്ടൻ എന്ത് കിട്ടിയാലും ഹാളിൽ കൊണ്ടുവയ്ക്കണം ശീലമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് കൊണ്ടുവച്ചു. പിന്നെ വേഗം തന്നെ അടിച്ചോരി ഇടുന്നുണ്ട്. നമ്മളെ കാത്തുൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഞാൻ പറഞ്ഞു ഉണ്ണികൾക്ക് കളിക്കാൻ കൊടുത്തോളൂ. അപ്പോൾ അമ്മ സമ്മതിച്ചില്ല, കാത്തുൻ്റെ വണ്ടിയാന്ന് പറഞ്ഞിട്ട് റിട്ടേൺ കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ കുറച്ചേരൊക്കെ അവൾ ഇരിക്കണുള്ളൂ. ആൾക്ക് ഈ വീടായിരുന്നു സെറ്റ് ആയി വരാനുള്ള ടൈമുണ്ട്. ആൾ കുറച്ചേരം ഇങ്ങനെ താഴത്തൊക്കെ ഇരുന്ന് ആൾക്ക് പിന്നെ ഒരു പേടിയാണ്. അപ്പോൾ അവൾ വേഗം തന്നെ കരയും. അപ്പോൾ എന്നിട്ട് കരഞ്ഞ് ഞങ്ങളൊക്കത്ത് കയറാനും അങ്ങനെ ഇരുന്ന് കളിക്കാനുള്ള ഒരു സെറ്റിലേക്ക് എത്തിയിട്ടില്ല. ആളെപ്പോഴും ഞങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ആളൊന്ന് ഇരുന്ന് കളിക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളൊന്നുകൂടി ഫ്രീ ആവും. ഇപ്പോൾ ആളങ്ങനെയൊന്നും അല്ല. ഞങ്ങൾ അടുത്ത് വേണം, ഞങ്ങളുടെ കൂടെ ഇരിക്കുള്ളൂ എന്നുള്ളൊരു ചിന്താഗതിക്കുള്ള കാരണം ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് വീട്ടിൽ ഒരു പണിയും ചെയ്യാൻ പറ്റില്ല. ആൾ ഉറങ്ങുമ്പോൾ അല്ലാതെ വേറെ ഒറ്റ പണിയും ചെയ്യാൻ പറ്റില്ല. ഉറങ്ങി എഴുന്നേറ്റാൽ തന്നെ നമ്മളെ കണ്ടില്ല ഭയങ്കരമായിട്ട് കരയും. കാരണം അവൾ സ്ഥിരം കാണുന്ന റൂമല്ലല്ലോ ഇപ്പോൾ കാണുന്നത്. എൻ്റെ അടിച്ചോരെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം തന്നെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് വടി പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ മറ്റേ സൈസ് വടിയൊക്കെ മേടിച്ചിട്ടുണ്ട്, നല്ലൊരു വടി മേടിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇതുവരെയ്ക്ക് പൊളിക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് ഞങ്ങൾ ഇവിടെ ക്ലീൻ ചെയ്യാൻ ആദ്യമായിട്ട് വരുമ്പോൾ മേടിച്ച വടിയായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ നേരം കളയേണ്ട, ഓരോന്ന് പൊളിച്ചും പിടിച്ച് നേരം കളയേണ്ടല്ലോ വെച്ചിട്ട് അതുകൊണ്ട് തന്നെ തുടച്ചെടുത്തു. പിന്നെ പറയാനുള്ളത് ഈ ടൈല് നമുക്ക് സിമ്പിളായിട്ട് തുടച്ചെടുക്കാം കേട്ടോ. പെട്ടെന്നൊന്നും പാടോ കാര്യങ്ങളൊന്നും അറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ടാറ്റിനോട് പറഞ്ഞു നമ്മൾ വീട്ടുപണി ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ടൈല് മതിയിട്ടാന്ന് പറഞ്ഞു. കാരണം അടിപൊളി ടൈലാണ്. നമുക്കങ്ങനെ ചിലർ മുടിനാരോ കാര്യങ്ങളൊന്നും അറിയില്ല. ഈ വൈറ്റ് ടൈലാണെങ്കിൽ നമുക്ക് ഈ മുടിനാര അറിഞ്ഞ് പ്രാന്ത് തരും. എനിക്ക് അങ്ങനത്തെ സൈക്കോണിക്ക് ഇങ്ങനെ തുടച്ച് വരുമ്പോൾ അവിടെ ഒന്നും കരടിക്ക് എടുക്കുന്നത് കാണാൻ പാടില്ല. പിന്നെ അതാ നമ്മൾ മേശമില്ലാത്ത സാധനങ്ങളില്ല. ഏട്ടൻ്റെ പേഴ്സുണ്ട്, പിന്നെ ഞങ്ങൾ വർക്കിൻ്റെ ഡയറി, ഏണ്ട വെള്ളം കുപ്പി, കാത്തുൻ്റെ ക്രീം, പിന്നെ ഞാൻ ഫേസ് വാഷ് ഇറക്കി. അപ്പം ഞാനും ഏട്ടനും കാത്തും ഒന്നും കൊണ്ട് വയ്ക്കലില്ല. അതായത് ഞങ്ങൾ മൂന്നാൾ സ്ഥാനം സാധനങ്ങൾ ആളിൽ തന്നെ ഉണ്ടാവും കേട്ടോ. കാരണം ഞാൻ എന്തെങ്കിലും ഒരു തപ്പപ്പ അവിടെ തന്നെ കൊണ്ട് വയ്ക്കും. ഞങ്ങൾ വലിയൊരു ദുശീലാണ്. ഞാൻ അവിടെ വന്നിട്ട് മാറ്റണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ എന്നെ മാറ്റി നല്ല കുട്ടിയാളുടെ ടൈം ഞങ്ങൾക്ക് വീട്ടിൽ കിട്ടിയിട്ടില്ല. എന്നാലും ആദ്യം എഴുതി ഞങ്ങൾ നല്ല മക്കളാവും. അപ്പോഴേക്കും എന്താ നമ്മുടെ കാത്തും എഴുന്നേറ്റിട്ട് ഭയങ്കര കരച്ചിലായി. ഞാൻ പറഞ്ഞില്ല അവൾ ഭയങ്കര കരച്ചിലാണ്. ഞാൻ വേഗം അവളെ എടുത്തപ്പോൾ കുട്ടി കരയുമ്പോൾ നീ എവിടെയായിരുന്നു വെച്ചിട്ട് ഏട്ടൻ ചീത്ത പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഏട്ടൻ നിങ്ങളപ്പുറത്തല്ല അവൾ കിടക്കുന്നത്, നിങ്ങൾക്ക് അറിയില്ലെന്ന് വെച്ചിട്ട് ഞാനും ഏട്ടനും ചെറുതായിട്ടൊന്ന് ഒരസുന്നുണ്ട്. കുട്ടി കരഞ്ഞേട്ടൻ ഭയങ്കര വിഷമമായിട്ടാ. ഞാൻ ഏട്ടൻ നിങ്ങളെടുത്തല്ലേ എടുക്കുന്നത്, ഞാൻ അടിച്ചുടച്ചാണ് അപ്പോൾ തെറ്റെന്ന് വെച്ച് ഞാൻ അടിയുണ്ടാക്കുന്നത്. ഞാൻ തെറ്റ് ചെയ്യാത്ത കേസിൽ വല്ല ചീത്ത കേട്ട് ഞാൻ അപ്പം ദേഷ്യം വരും. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ 2 സെക്കൻഡ് തല്ലു കേട്ടോ, അത് അപ്പം തന്നെ മാറിയിട്ടാ. പിന്നെ എനിക്കിങ്ങനെ വല്ലതും പറഞ്ഞെങ്കിൽ എനിക്കെന്നെ പെട്ടെന്ന് വിഷമം തോന്നും. ഏട്ടാ മതിയിടാ പോട്ടടാന്ന് ഞാൻ പറയും. കാരണം എനിക്ക് ഭയങ്കര വിഷമം. എനിക്ക് വേറെ ആരോട് അടി ഉണ്ടാക്കിയാലും വിഷമം വരും. പക്ഷേ ബേബിയോട് അടി ഉണ്ടാക്കി എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നും കേട്ടോ. എന്തോ എൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ കാത്തുമാരെ കരച്ചിലൊക്കെ മാറിയിട്ടുണ്ട്. ആൾക്ക് എന്നെ കാണുക എന്നുള്ളൊരു ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുളിപ്പിക്കേണ്ട ആൾ ഡ്രസ്സ് വരാൻ നോക്കിയപ്പോൾ ആൾ വീണ്ടും കരയാൻ തുടങ്ങിയിട്ടുണ്ട്. ഉറക്കം കഴിഞ്ഞ് മൊത്തം ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റാൽ മാത്രമാണ് നല്ല കുട്ടിയായിരിക്കും. അതിൻ്റെ ഇടയിൽ എഴുന്നേറ്റ് പോരുകയാണെങ്കിൽ അവന് വാശി പിടിച്ചോണ്ടേ ആയിരിക്കും. അപ്പോൾ ഞാൻ വേഗം പോയി അവളെ കുളിപ്പിച്ചിട്ടൊക്കെ കൊണ്ടുവരാം. അടിച്ചോ എന്തിനാണോ ഈ വഴി നീ വന്ന്? അച്ഛനമ്മക്കടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നമുക്ക് വേഗം പോയിട്ട് അവരെ എടുക്കണം, എന്നിട്ട് അമ്പലത്തിൽ പോകണം. അയ്യോ എനിക്ക് തല വേദനിച്ചിട്ട് വരും. ഞാൻ കട്ടൻ ചായ വെച്ചിരുന്നു, അതുപോലെ ഞാൻ കുടിച്ചിട്ടില്ല. എന്താ ചെയ്യാ, വന്നതാവ എനിക്കൊരു പിടുത്തൂല്ല. എനിക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഭയങ്കര അലമ്പത്തിയ വരിക. അവിടെ എത്തിയിട്ട് വരികയാണെങ്കിൽ തീരെ അയ്യാട്ടാ. പോണില്ലേ? അടയ്ക്കണം. ആരാണ്? കാവിലെ ഭഗവതിയോ? നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? പൊക്കോ ആ പോണു. നമുക്ക് പിന്നെ പോവാൻ പറ്റാത്തതാണ്. പിന്നെ കുഴപ്പമില്ല, നമ്മളിവിടെ നിപ്പാ. അതാണ് നമുക്ക് അവർ പോയിത്താട്ടെ. വണ്ടിയുടെ ഗ്ലാസ് എങ്ങിയിട്ടില്ല. എൻ്റെ പിസറ് നടക്കണ്ടല്ലോ. പിന്നെ നമ്മൾ ഭയങ്കര തിരക്ക് പിടിച്ചുള്ള വരവേക്കണം. പിന്നെ നമുക്ക് ഇടയിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല.
ഞങ്ങൾ നേരെ വീടെത്തിയപ്പോൾ അമ്മ എല്ലാവരും പുറത്ത് നിൽക്കണമായിരുന്നു. അവരെ വണ്ടിയിൽ കയറ്റി നമ്മൾ നേരെ അമ്പലത്തിൽ വന്നു. ഇത് തെച്ചിക്കോട്ടുകാവ് അമ്പലമാട്ടോ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഞാൻ നമ്മളെ അച്ഛൻ്റെ അമ്മേനെ കല്യാണം കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ ഗൾഫിലുള്ളപ്പോഴൊന്നും അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയിരുന്നില്ല വെഡിങ് ആനിവേഴ്സറിന്ന്. അച്ഛൻ നാട്ടിലായി പിന്നെ അമ്മ ഒരു ആഗ്രഹം ചോദിച്ചാണ് എല്ലാ പ്രാവശ്യം വെഡിങ് ആനിവേഴ്സറിക്ക് എന്നെ കൊണ്ട് കൊണ്ടുവരുമെന്ന്. അച്ഛൻ ഇതായിരിക്കും ആ വാക്ക് തെറ്റിച്ചില്ല. അച്ഛൻ അമ്മേനെ കൊണ്ട് രാവിലെ ഇവിടെ വന്ന് തൊഴാറുണ്ട് കേട്ടോ. അപ്പം കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ വരും, കഴിഞ്ഞതിൻ്റെ മുന്നത്തല്ലോ ഞാൻ തൊഴാൻ വരുമ്പോഴും ഈ സാരി തന്നെയായിരുന്നു കേട്ടോ, ഈ പീച്ച് സാരി തന്നെയായിരുന്നു ഞാൻ അടുത്തുണ്ടായിരുന്നത്. ഇങ്ങനത്തെ 2 സാരി ഉണ്ട്, ഒന്ന് എനിക്കുണ്ട് ഒന്ന് അമ്മയ്ക്കുണ്ട്. അപ്പോൾ ഈ സാരി തന്നെയായിരുന്നു ഞാൻ അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഏട്ടനും എല്ലാവരും കൂടിയിട്ട് ഞാൻ കഴിഞ്ഞ കൊല്ലം വന്നത്. ഏട്ടൻ ഇതേപോലെ പുറത്തേക്കും ഞങ്ങളെല്ലാം കയറി തൊഴും. അപ്പോൾ ഏട്ടൻ കാറിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത വീഡിയോ ഇട്ടത്. ഞങ്ങളെല്ലാവരും വന്ന് വേഗം തന്നെ പ്രാർത്ഥിക്കണം. കാരണം ഞങ്ങളവിടെ എത്തുമ്പോൾ തന്നെ ഒരു 9:30 കഴിഞ്ഞിരുന്നു. 10 മണി 10:30 നമുക്ക് നട അടയ്ക്കും. അപ്പോൾ ആ ഒരു ടെൻഷനിലാണ് ഞങ്ങൾ വേഗം തന്നെ വരുന്നത്. നേരെ വൈകി കാത്തുമ്പോൾ ഭയങ്കര വാശിയായിരുന്നു. കുളി കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ സാരി എടുത്തത് തന്നെ ഏതെങ്കിലും വശത്ത് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവും. ഒന്നും എനിക്ക് ഒതുക്കി കൊടുക്കാൻ പറ്റിയില്ല. കാത്തുനും ഒരു കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ സാരി എടുത്തതും മേക്കപ്പ് ചെയ്തതൊക്കെ. അപ്പം അതിൻ്റേതായ എല്ലാ ദോഷങ്ങളും ഇന്നത്തെ എൻ്റെ ലുക്കിൽ കാണാനുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് പിന്നെ വലം വയ്ക്കാൻ വേണ്ടി പോയി. അതേപോലെ തന്നെ അമ്മ താലി പൂജിക്കാൻ കൊടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ ആ താലിയൊക്കെ പൂജിച്ചു കൊടുത്ത് അച്ഛനോട് തന്നെ അവിടെ നിന്ന് കെട്ടാൻ പറഞ്ഞു. അച്ഛൻ തന്നെ താലി കെട്ടി കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമായിട്ട് ആ ഒരു ടൈം ഭയങ്കര ഫീൽ തോന്നി. കാരണം ഈ മാലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞിട്ടും ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ഗിഫ്റ്റാണത്. അപ്പോൾ എന്താ പറയുക, അമ്മ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കേസാണ്. അമ്മയുടെ വലിയ താലിച്ചേനായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഷോപ്പിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് അങ്ങനെ കൈവിട്ട് പോയതാണ്. പിന്നെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം എന്തെങ്കിലും കാശാകുമ്പോൾ ഒരു വലിയ മാല എടുക്കണം എന്നൊക്കെ. പിന്നെ അമ്മ എന്നെ കുറച്ച് മുന്നൊക്കെ പറഞ്ഞു തുടങ്ങി അമ്മയ്ക്കൊന്നും ഈ ജമ്മത്തിടാൻ പറ്റില്ല എന്ന്. പക്ഷെ ദൈവം സഹായിച്ച് എന്തോ എൻ്റെ അമ്മയുടെ നല്ല മനസ്സുകൊണ്ടോ കേട്ട് അമ്മയുടെ ആഗ്രഹം പോലെ ഈ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് തന്നെ വലിയൊരു മാല കിട്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ അമ്പലത്തിൽ വെച്ചിരുന്ന ആ താലി കെട്ടിയിട്ട് ഞങ്ങളെല്ലാവരും തൊഴുത് റിട്ടേൺ വന്നുകൊണ്ടിരിക്കുകയാണ്. കാത്തുമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്പലത്തിൽ വരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിക്കാനും ഒക്കെ നമ്മളൊപ്പത്തിൽ കൂടും കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ നട അടച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കറക്റ്റ് ഇറങ്ങി നട അടച്ചപ്പോൾ അപ്പോൾ നമ്മളെ കുണുക്കെന്താ പായസം കൊണ്ട് വരുന്ന വരവാണ്. പെബിക്ക് ഭയങ്കര ഇഷ്ടമാണ് പായസം. അപ്പം അത് കിട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം ഞാനും കുണുക്കി ഒക്കെ പെട്ടെന്ന് തന്നെ പെബിക്കൊണ്ട് പായസം കൊണ്ടു കൊടുക്കാൻ ഇൻട്രസ്റ്റുള്ള ആൾക്കാരാണ്. അപ്പം ആദ്യം കുണുക്ക നടന്നു, പിന്നാലെ കുണിക്ക് നടന്നു വരുന്നുണ്ട്. പിന്നെ ഞാൻ അവിടെ കുറച്ച് നേരം വർത്താനം പറഞ്ഞ് ഞാനും പെബിയുടെ അടുത്ത് വന്നു. ജസ്റ്റ് ഒരു 10 മിനിറ്റ് അമ്പലത്തിൽ തൊഴാൻ പോയെങ്കിലും എനിക്ക് ഭയങ്കര വിഷമം പെബിനെ ഒറ്റയ്ക്കാക്കി പോകുമ്പോൾ. അപ്പോൾ എനിക്ക് വേഗം തന്നെ പെബിയുടെ അടുത്ത് വരണം കേട്ടോ. ഞാൻ അങ്ങനെ ചെറിയ സൈക്കാണ്. അപ്പോൾ ഞാൻ വേഗം തന്നെ നടന്നു വരും. കാത്തു അമ്മാമ്മരൊക്കത്താണ്. അമ്മാമ്മയ്ക്ക് ഈ സാരി എടുത്ത് നടക്കാൻ വയ്യ എന്ന് പറഞ്ഞാലും കാത്തു ഒരു പൊടിക്ക് സമ്മതിക്കില്ല. ആൾക്ക് അമ്മാമ്മയുടെ അടുത്ത് തന്നെ ഇരിക്കണം. പിന്നെ അമ്മാമ്മ വിട്ടുകൊടുത്തു. അമ്മാമ്മയുടെ മോൾ അമ്മാമ്മയുടെ അടുത്ത് എടുത്തോളാൻ പറഞ്ഞിട്ട് അമ്മാമ്മ എടുത്തുകൊണ്ട് നടക്കണം. ഞാൻ ആ തക്ക നോക്കി വേഗം തന്നെ പെബിയുടെ അടുത്ത് നടന്നു വരുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് പെബിയുടെ അടുത്ത് വന്ന് പെബിയോട് അവിടെ പ്രാർത്ഥിച്ചു വിശേഷവും കാര്യമൊക്കെ പറഞ്ഞാലാണ് ഞാൻ ഹാപ്പിയുള്ളൂ. എന്തോ എനിക്കങ്ങനെയാണോ ഞങ്ങൾ പ്രണയിക്കുന്ന ടൈമിലും ഞാൻ അതിന് മെസ്സേജ് കേട്ടോ എന്തെങ്ങനെ ഉണ്ടായി. എനിക്കെല്ലാ കാര്യം അവനോട് ഷെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചില ടൈമിൽ അതിൻ്റെ പേരിൽ അവൻ കളിയാക്കും. നമുക്ക് അവനോട് ഇതും തുറന്ന് പറയാം. അങ്ങനെ ഒരു ഫ്രീഡുള്ള ഒരു വ്യക്തി കേട്ടോ അവൻ. അപ്പോഴേക്ക് ഞാൻ പിന്നെ ആയിരുന്നു പറഞ്ഞു പുറത്ത് നീ ഇറങ്ങി നിന്നോണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവനെ പുറത്തിറക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഫാമിലി ഫോട്ടോ എടുക്കാനും അതേപോലെ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ കാത്തുമ്പോൾ നമ്മളാ പാപ്പയുടെ അടുത്ത് നിന്നിട്ട് ചെണ്ടക്കൊട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അവിടെ എന്തോ ഒരു കൊട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിന് താളം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മ പറയുന്നുണ്ട് ഇനി എവിടെയെങ്കിലും പൂരം പെരുന്നാളിലായി നമ്മൾ മൂലം കൊണ്ട് നടക്കേണ്ടി വരുന്നു തോന്നുന്നു. കാത്തുന് പാട്ട് കേട്ടോ ഭയങ്കര ആരാട്ടാ. കാത്തൊപ്പം ഡാൻസ് കളിക്കാൻ തുടങ്ങും. പിന്നെ അതാ നമ്മൾ രാമനെ കാണാൻ പോവുക കേട്ടോ. കുണുക്കും കുറേ നേരമായിട്ട് അലമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആനേനെ കാണണം എന്ന് പറഞ്ഞിട്ട്. പെബി പറഞ്ഞു ഫോട്ടോ എടുക്കുന്ന നിന്നില്ല വെച്ചിട്ട് പെബിന്ന് കുണുക്കിന് ചീത്ത കേൾക്കുന്നുണ്ട്. ഞങ്ങൾ ഫാമിലി ഫോട്ടോ എടുക്കുമ്പോൾ കുണുക്ക നിന്നില്ല പണങ്ങിയിട്ട് ആനേനെ കാണിച്ചു തന്നില്ല പറഞ്ഞിട്ട്. പിന്നെ എന്തായാലും ഞങ്ങളെല്ലാം കൂടി ഫോട്ടോ എടുത്ത് കുണുക്ക നിന്നില്ല എന്നുള്ളത് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് വേഗം തന്നെ കൊടുത്ത് കുണുക്കനെ ആനേനെ കാണിക്കേണ്ടി വന്നു. അപ്പം നോക്കിയപ്പോൾ അവിടെ സാധാരണ ആനേനെ കാണാൻ വരുമ്പോൾ അവിടെ നിറയെ ആൾക്കാരുണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം ആൾക്കാരും കുറവാണ്. അതേപോലെ തന്നെ ഒരു ചെറു പട്ട വെച്ച് ഇങ്ങനെ മറച്ചിട്ടുണ്ട്. എന്താണാവോ എന്ന് ഞാനും ചിന്തിച്ചു. അപ്പോഴാണ്
അത് മനസ്സിലായത് ആന നേരികാലം അങ്ങനെ പറയില്ല, ആ ഒരു ടൈമാണ് കേട്ടോ. അപ്പം അത് സെറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ടൈമിൽ ആനയുടെ അടുത്തേക്ക് ആരും പോവില്ല. ആന പട്ടോണ്ട് എന്തെങ്കിലും എടുത്തെറിയും. അപ്പോൾ ഞങ്ങൾ എത്തിയതും ഞങ്ങളൊന്ന് ഓട്ടം. ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് ഓടിപ്പോന്നു. വെറുതെ ഒരു അടി കിട്ടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞങ്ങൾ വേഗം തന്നെ പോന്നു. ആന ഫുൾ ചെളിയിൽ മുങ്ങിയിട്ടാണ് നിൽക്കുന്നത്. സാധാരണ ആന അവിടെ നിൽക്കണ രാമനെ കാണാൻ ഭയങ്കര ഐശ്വര്യമായിരിക്കും. കുളിച്ച് കുറിയൊക്കെ തൊട്ടിട്ടാണ് സാധാരണ നിൽക്കാറ്. ഇപ്പം ഈ നീരുകാലമാക്കാനും ആന മണ്ണിൽ മുങ്ങിയിട്ടാണ് നിൽക്കുന്നത്. ഈ ടൈമിൽ അങ്ങനെ ആനയുടെ അടുത്തേക്ക് എല്ലാവരും പോവില്ല അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. എനിക്കറിയില്ല, പെബി പറഞ്ഞിട്ടുള്ള അറിവേ എനിക്കുള്ളൂ. അതാ ഞങ്ങൾ നന്നാക്കുമ്പോൾ അമ്മച്ചനും കൂടി അവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. പിന്നെ എന്തായാലും വീഡിയോ എടുത്തോട്ടെ വെച്ച് നിന്നപ്പോൾ അമ്മ വീഡിയോ ഒക്കെ നിർത്തിയപ്പോൾ ഞങ്ങളോട് ആന നേരികാലാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ അടുത്ത പൂരത്തിന് 13 ലക്ഷത്തിനാണ് ഈ ആനനെ വിളിച്ചിട്ടുള്ള കഥയൊക്കെ അമ്മ പറയായിരുന്നു കേട്ടോ. ടീച്ചർമാരും മാഷ്മാരൊക്കെ ആന ആ വഴി ഈ വഴിയൊക്കെ ഓടുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഓർമ്മയുണ്ട്. അവിടെ നിന്ന് വളർന്ന് രാമ ഇത്രയും വലിയാണ്. രാമ വളർന്നിട്ട് അപ്പൊ ഞങ്ങൾ ഒരു ഫോട്ടോ എടുക്കട്ടെ അവിടെ ചിരിച്ചേ അമ്മ നോക്കിട്ട് ചിരിച്ചേ. ചിരിയുടെ ശബ്ദം. ഫോൺ വെച്ച് ഹലോ കാത്തുമ്മയാണോ? ആണോ? സമയ നോട്ട്. നിന്നെ തന്നെ എടുക്കാൻ കൈ കെട്ടാനോ അല്ലേ കൈ അടിക്കാനോ ചിരിച്ച ഫോട്ടോ എടുക്കാനേ ചിരിച്ച കാത്തു ചിരിച്ച ഫോട്ടോ എടുക്കട്ടെ. ഫോട്ടോ അവിടെ എടുക്കും. പോവാ അമ്പലത്തിൽ നിന്ന് വേഗം തന്നെ ഞങ്ങൾ വന്നത് ഫുഡ് കഴിക്കാനായിട്ട്. ഞങ്ങൾ നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്ഥിരമായിട്ട് വെജിറ്റേറിയൻ ഫുഡ് ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെയാണ് കഴിക്കാറ്. അപ്പോൾ ഞങ്ങളവിടെ വന്ന് മസാല ദോശയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പളിക്കും കാത്തു വല്യമ്മ വിളിക്കുന്നുണ്ടായിരുന്നു. വല്യമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. വല്യമ്മ വിളിച്ച് ഭയങ്കരമായിട്ട് വല്യമ്മോട് സംസാരിക്കും. അമ്മമ്മ എന്നൊക്കെ വിളിച്ച് സംസാരിക്കും. ഇപ്പോൾ വല്യമ്മോട് സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുണിക്കുമ്പോൾ പെബിയോട് അടി ഉണ്ടാക്കിയിട്ട് വന്നിട്ട് എന്നോട് പരാതി പറയുന്നുണ്ട്, പെബി എന്നെ ചീത്ത പറഞ്ഞു എന്നൊക്കെ. ഇപ്പോഴൊന്നല്ല, പൂരപ്പറമ്പിൽ വെച്ചിട്ട് ആനേനെ കാണേണ്ട കേസിൽ ചീത്ത പറഞ്ഞതാണ്. അത് അവളിപ്പോൾ വന്നിട്ടാണ് എന്നോട് പറയുന്നത്. പിന്നെ കാത്തുൻ്റെ വെള്ള ഡ്രസ്സ് അയക്കാനും അതും ഒന്നാക്കണ ഞാൻ അതൊക്കെ മെല്ലെ ഊരിയിട്ട് അവളെ പാമ്പേഴ്സ് ഇടിച്ചിട്ടാണ് ഞാൻ അവൾക്ക് ഫുഡ് വായിൽ വെച്ച് കൊടുക്കുന്നത്. അവൾക്ക് ഉരുളൻകിഴങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഉരുളൻകിഴങ്ങുള്ള മസാലയാക്കാനും അതും കൂട്ടി കുറച്ച് ദോശ അവൾ കഴിച്ചു. അവൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ കുറച്ച് ദോശ കഴിച്ചപ്പോൾ നമുക്ക് സമാധാനം. അവൾ ഫുഡ് കഴിച്ചിട്ടുണ്ട്. അവൾ കുറച്ച് നേരത്തേക്ക് വാശിയൊന്നും പിടിക്കില്ല. പിന്നെ അവൾക്ക് വേറൊരു വാശിയുള്ളത് ഇതൊക്കെ മെഷർമെൻ്റ് ഉണ്ടെങ്കിൽ അത് തട്ടിട്ട എന്നുള്ള വാശി മാത്രമേ. അല്ലാത്ത കേസിനൊന്നും അവൾ വാശി പിടിക്കില്ല കേട്ടോ. വിശപ്പ് മാറി കഴിഞ്ഞു അപ്പം അതിൻ്റെ ഫുഡൊക്കെ കുറച്ച് നേരെ ഗുരുവായൂർ പറ്റി വന്നു കേട്ടോ. അമ്പലത്തിലാണല്ലോ ഞാനാണെങ്കിൽ നമ്മുടെ സ്വന്തം കാർ പാർക്കിങ്ങിലും, ഇത് ദേവസ്വത്തിൻ്റെ തന്നെ മൾട്ടി ലെവൽ പാർക്കിംഗ് ഇല്ലേ, അതിലാണ് കേട്ടോ. ഇവിടെ ആകുമ്പോൾ ചോടിത്തിരി കുറവുണ്ട്, അതുകൊണ്ട് നല്ലൊരു ഉറക്കുറങ്ങി. അപ്പം വിചാരിച്ചു ഒന്ന് വീഡിയോ എടുത്തിട്ട് വീണ്ടും കിടന്നുറങ്ങാം. കാരണം അവർ കുറച്ചധികം ടൈം എടുക്കും. അവർ ഫുഡൊക്കെ കഴിച്ചിട്ടാവും ഇനി വരുന്നുണ്ടാവും. ഇപ്പോൾ സമയം എന്താ നോക്കിയില്ല, കാർ ഓഫാണ്. അങ്ങനെ നമ്മൾ വീടെത്തിയിട്ടുണ്ട്. നമ്മളിനി ഇവിടെ കുറച്ച് നേരം ഇരുന്ന് എന്നാലും നമ്മളെ വീട്ടിൽ ഫുഡ് കഴിച്ചിട്ട് നമ്മളെ വീട്ടിൽ പോവും. അത് കഴിഞ്ഞ് അത് വൈകുന്നേരം ആകുമ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. വയ്യാതെ കേട്ടോ, സാരി എടുത്തിട്ട് നടന്നിട്ടേ. അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. സെറ്റ് സാരി ഞാൻ സെറ്റ് കൊണ്ട് എടുത്തു. അത് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തോ ഒരു സുഖമായിരുന്നു വെച്ചാൽ കേട്ടോടോ, ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഭയങ്കര സുഖമായിരുന്നു നോക്കത്. ആയ് ഏട്ടോ തട്ട വെച്ചിട്ടുണ്ടാവും കുളിക്കോള്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ പട്ടുസാരി കൊടുത്തിട്ടോ അരക്കെ ഒരഞ്ഞ് പൊട്ടിയിട്ട് വേദനിച്ച് ഞാൻ ഓടി വന്ന ഡ്രസ്സ് മാരേണ്ട. പക്ഷേ പിന്നെ മറ്റാരിനും കണ്ടോളൂ കേട്ടോ. ഏട്ടാ നിനക്കും എൻ്റെ ഇന്ന് സാരി എടുത്ത് കണ്ടിട്ട് ഇഷ്ടമായത്? ഇന്നലത്തെ സെറ്റ് ഉണ്ടായിരുന്നു ഇഷ്ടമായത്? സെറ്റ് കൊണ്ടായിരുന്നു ഇഷ്ടമായത്? ഏട്ടയ്ക്ക് രണ്ടും സെറ്റും ഉണ്ട് ബ്ലൗസ് അടിച്ചല്ലോ. എന്നിട്ട് ഞാൻ വീട്ടിലായാലും ലുക്കായില്ല.
ഇവ സമ്മതിക്കും. ഇവൻ തന്നെ മറ്റേ ഏത് ഡ്രസ് ഇട്ട് കാണാനും ഇഷ്ടം. സെറ്റ് മുണ്ട് സെറ്റ് സാരി കൊടുത്താൽ അല്ലേ? പണ്ട് പ്രേമിക്കുന്ന ടൈമിലും എന്നെ സാരി എടുത്ത് കാണാനായിരുന്നു ഏറ്റവും ഇഷ്ടമായത്. മറ്റേത് ഡ്രസ്സ് കേട്ടും സാരി ഡാവണി ഇതൊക്കെയാണ് ഏറ്റവും ഇഷ്ടം അല്ലേ? ആദ്യമായിട്ട് വന്നെ കാണുമ്പോ എന്റെ ഡ്രസ്സ് എന്തായിരുന്നു? ഓ ഓ അല്ലല്ല പാവടുമ്പോ അവന് അങ്ങനെ പേരുകൾ ക്ലിയർ അല്ല, അതുകൊണ്ടാണ്. അതിനായിട്ട് ഡ്രസ്സിന്റെ കളർ എന്താണെന്ന് അറിയട്ടെ. ഞാൻ ഇടക്കിടക്ക് ചോദിക്കും മറക്കുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട്. ഇല്ലേ പറയടാ. റെസ്റ്റ് ഇല്ലാത്തോണ്ടോ? അപ്പൊ എന്താ ഞങ്ങൾ കുറച്ച് നേരം എനിക്ക് എടുക്കണമെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഇവിടെ ഫാറ്റ് ഞെപ്പോൾ ശബ്ദം. പണ്ടെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എ സി ഇട്ട് കഴിഞ്ഞാൽ ചൂടറിയില്ല, പക്ഷെ ഇപ്പൊ ചൂടറിയാട്ടാ. കുഞ്ഞുമണി പോവാ അച്ഛാ. ഞാൻ ബാക്കി ശേഷം നല്ല കാണിച്ചത്. അവളെ ഫോട്ടോ നോക്കും, ഇവിടെ ഫോട്ടോ കാണാനില്ലല്ലോ. അപ്പൊ ഞാൻ ബാക്കി ശേഷം അപ്പൊ ഞാൻ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടുണ്ട് അല്ലേ? മാമിനെ വിളിക്ക. ആ ഇങ്ങനെ കേട്ടാ കുട്ടി മാമിനെ വിളിച്ച. നീ തൊട്ടുതലയിലേച്ച അച്ഛ ഇങ്ങനെ ആക്ക. ഈ ആക്കില് മാത്രമല്ലോ പോലെ ഇങ്ങനെ കൊട്ടു അല്ലേ? അപ്പൊ ഇനിയിപ്പോ ബേബിയുടെ കണ്ണിൽ എന്തോ പോയിട്ടുണ്ട്. അയ്യോ നമുക്ക് ഉറക്കം വന്നിട്ട് വയ്യട്ടെ. കുറേ ദിവസമായിട്ട് നമ്മള് ഉറക്കൊന്നും ശരിയല്ല. അപ്പൊ നമ്മളൊരു പുതിയ ഷോപ്പിന്റെ കാര്യങ്ങളൊക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അടുത്ത വീഡിയോ അതിന്റെ ഭയങ്കര വിശേഷങ്ങളും കാര്യം വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. ഇന്ന് വൈകിട്ട് നമ്മൾ പോയി എല്ലാവരും കൂടി കേക്കൊക്കെ കട്ട് ചെയ്ത് എൻജോയ് ചെയ്യും. അത് കഴിഞ്ഞാ നമ്മളടുത്ത പ്ലാനിങ് എന്താ? കേക്ക് കട്ട് ചെയ്തിട്ട് നമ്മളെ പ്ലാനിങ് എന്താ? വീട്ടിൽ പോണ്ടേ? ഇനി ഒരു കാര്യം കാണിച്ചുതരാം. നമ്മള് ചേട്ടന്റെ മൂക്കും വേണ്ട. ഇപ്പൊ മൂക്കത്താണ് ശുണ്ടി. ഈ വീഡിയോയിൽ എന്നെ നോക്കിയാണ് രാവിലെ എന്നിട്ട് കാത്തു കരഞ്ഞേരാണ് ചീത്ത തെളിവുണ്ട്. തെളിവ് നിങ്ങളാണ് ചീത്ത പറഞ്ഞത്. അമ്മ അപ്പ വെച്ച അമ്മന്ന് അപ്പതൊക്കെ ക്ലിയർ ആയി വിളിക്കട്ടെ. അപ്പ വെച്ചോത്തെ അപ്പ തായോ പഞ്ഞ് താ പറ. അപ്പ അവൾക്ക് എന്റെ കയ്യിൽ നിന്ന് എന്തോ കിട്ടാണെന്ന് വിചാരിച്ച്. അപ്പൊ എന്തായാലും ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ചേട്ടൻ ഭയങ്കര ചൂടിലാണ്. എന്താന്നറിയില്ല, ഇടക്കിടക്ക് ചീത്ത കേൾക്കുന്നുണ്ട് എനിക്ക്. എപ്പോഴാണ് ചിടി കിട്ടാന്ന് അറിയില്ല. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാ ഇന്ന് രാവിലെ ചീത്ത പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ഓർമ്മ. അപ്പൊ ഞങ്ങൾ പോണായിരിക്കും സാരി കൊടുത്തിട്ടല്ല അമ്പലത്തിലേ വന്നപ്പോൾ ആകെ ക്ഷീണം. അപ്പൊ ഞാൻ വേഗം അമ്മേരെ ഒരു മാക്സി എടുത്തിട്ടു. ഇവിടെ ഇപ്പം എൻ്റെ ഡ്രസ്സൊന്നും ഇല്ല, എൻ്റെ ഡ്രസ്സൊക്കെ ഇവിടുന്ന് പോയിക്കണു. അപ്പൊ ഞാൻ അമ്മേരെ ഒരു മാക്സി തൽക്കാലം എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ കുറച്ചേരൊക്കെ ഇടുന്നു കഴിഞ്ഞാൽ നമ്മൾ വേഗം തന്നെ എഴുന്നേറ്റ് നമ്മൾ കേക്ക് കട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ പോവും. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. ഹലോ ബൈ. അപ്പൊ നാളെ നല്ലൊരു പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. നാളത്തെ കഴിഞ്ഞാൽ മറ്റന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലത്തെ ഒരു ഫ്രീ ആയിട്ട് നമ്മൾ പുതിയ വീട്ടിലത്തെ ഡേ മൈ ലൈഫ് ഔട്ടാ അല്ലേ? നമ്മൾ ഇതുവരെ നമ്മുടെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല. ആകെ ഒരു കട്ടൻ ചായ മാത്രം വെച്ചിട്ടുള്ള നമുക്ക് വീട്ടിൽ നിൽക്കാൻ ടൈം ഉണ്ടായിട്ടില്ല. ഷോപ്പിൻ്റെ കാര്യങ്ങളും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് നമുക്ക് വീട്ടിൽ നിന്നിട്ട് ഒരു ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പം എന്തായാലും നാളത്തെ വീഡിയോ നാളത്തെ ആയിരിക്കില്ല, നാളത്തെ നമുക്ക് ഷോപ്പിൻ്റെ വീഡിയോ പറഞ്ഞു. മറ്റന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയ വീട്ടിലത്തെ ഡേ മൈ ലൈഫ് ആയിരിക്കും. അതാണ് എൻ്റെ ആഗ്രഹം. എന്തായാലും ദിവസം കഴിച്ച് നടക്കട്ടെ. അതേപോലെ പറ്റുകയാണെങ്കിൽ ദിവസം കഴിച്ച് വേറെ ഞങ്ങൾക്ക് സന്തോഷ വാർത്ത കൂടി പറയാണ്ട് പറ്റുമോ നോക്കാം. എല്ലാം ഒത്തുചേർന്ന് വരണം. നമ്മൾ
എല്ലാ കുറച്ച് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം സെറ്റ് ആവുകയാണെങ്കിൽ ആദ്യം വീഴുന്നത് വേറെ സന്തോഷ വാർത്തയായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. യാ 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 ഓക്കെ പറ. ഓക്കെ ഹായ്. അപ്പം എന്തായാലും ബൈ ബൈ ബൈ.